അതൊക്കെ ഉള്ള കാര്യം തന്നെ സാറേ. ഞാനത് വിശദമായിട്ട് മീഡിയനെ കാണാതിരിക്കുകയാണ്. എന്നുവെച്ചാല് ഞാൻ എന്റെ അഡ്വക്കേറ്റിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആണല്ലേ? അപ്പോ അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഇത് എന്നാണ് സംഭവം? ചേട്ടനോട് ഇത് സംസാരിച്ചത് എന്നാണ്? ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ? അത് കഴിഞ്ഞ ഈ മാസം ഈ മാസമല്ല, കഴിഞ്ഞ മാസം 22 ശേഷം, 21 ശേഷം, 22 ശേഷം കുക്കു പരമേശ്വരനാണ് എന്നോട്. അവരൊറ്റയ്ക്ക് ഉള്ളായിരുന്നു. എന്താണ് അവര് പറഞ്ഞത്? എന്തൊരു അതിപ്പോ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പല പ്രാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു. പറഞ്ഞത് ചേട്ടനും പറയുന്നത് ഒന്നാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. അതെ, അത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം 12-ാം തീയതി. അതില് ഫുള്ള് ക്ലിയർ ആയിട്ട് A to Z ഞാൻ അവതരിപ്പിച്ചാണ്. പിന്നെ അതുല്യനെ വിളിച്ചു വരുത്തി അവരുടെ മുന്നൊന്നും. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടനെ ഫസ്റ്റ് കുക്കു പരമേശ്വരനെ കണ്ടപ്പോ എന്താണ് സംസാരിച്ചത്? അത് അതുല്യക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം അതുല്യ പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവസാനം അവരിങ്ങനെ എന്തെങ്കിലും ഒരു ട്രാപ്പ് പെടുത്തുന്ന നമുക്ക് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാം. അതുല്യ പറഞ്ഞിട്ട് എന്ത് പരാതി? എനിക്ക് ക്ലിയർ അല്ല. അതുല്യ പറഞ്ഞിട്ട് എന്ത് പരാതി കൊടുത്തു എന്നാണ്? അതായത് ഞാനിപ്പോ ഉണ്ണി ശിവപാലിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുല്യ കൊടുക്കുന്ന സമയം ഏകദേശം അതിന്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരനോട് അൺടൈമിൽ തുറക്കാൻ പറയലും തോന്നുന്ന സമയത്ത് പറയലും അങ്ങനെയൊക്കെ. അപ്പൊ എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ അങ്ങനെ പറ്റാത്ത വിഷയം അത് പറഞ്ഞപ്പം അവര് പറഞ്ഞ് പരാതി കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പരാതി കൊടുത്തു. പ്രസിഡന്റിനാണ് പരാതി കൊടുത്തത്. അപ്പൊ അത് അറിഞ്ഞത് കുക്കു പരമേശ്വരൻ 21-ാം തീയതിയാണ്. അത് അറിഞ്ഞ അന്ന് രാത്രി മുതൽ എന്നെ വിളിക്കുന്നുണ്ട് ആ പരാതി പിൻവലിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു പരാതി കൊടുത്ത പരാതി ഒരിക്കലും പിൻവലിക്കാൻ പറ്റൂല മാഡം. കാരണം ഞാനും കുക്കു പരമേശ്വരൊക്കെ വളരെ ഒരു സുഹൃത്ത് ലെവലിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം അവരത്ര എന്നെ വിശ്വാസമാണ്, എനിക്ക് അവരും വിശ്വാസമായിരുന്നു. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പരാതി പിൻവലിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിൻവലിക്കാൻ ബുദ്ധിമുട്ടാണ് മാഡം. അപ്പം വീണ്ടും അതിനെന്നെ ആവർത്തിച്ചു. അപ്പൊ പിന്നെ തൊഴിൽ ചൂഷണമായിട്ട് ബന്ധപ്പെട്ട പരാതിയല്ലേ? ഇല്ല, ചെറിയ ഇതുള്ളൂ, വിഷമങ്ങളേ ഉള്ളൂ. വലിയൊരു അതൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ പരാതികളുള്ളൂ. എന്റെ വിഷമങ്ങൾ മാത്രം അന്ന് കയറാക്കി തന്നാലേ ഉള്ളൂ. എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവര് വല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോ മാഡം എനിക്ക് കുക്കു പരമേശ്വരൻ പറ്റാതെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പിൻവലിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പിറ്റേന്ന് വന്നിട്ട് എന്നോട് എങ്ങനെ ഉണ്ണിനെ രക്ഷപ്പെടുത്തണം, ഉണ്ണിന്റെ വൈഫ് സൂസൈഡ് ചെയ്യും, അപ്പോ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അവരിങ്ങനെ നിയമപരമായിട്ട് അതുല്യ പോകുന്നത് വളരെ മോശമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അതുല്യനെ നമുക്ക് എതിരായിട്ട് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനത് എനിക്ക് ക്ലിയർ ആയില്ല. ചേട്ടൻ കൊടുത്ത പരാതി എന്ന് പറയുന്നത് എനിക്ക് സംശയം ക്ലിയർ ചെയ്യുവാണേ. ചേട്ടൻ കൊടുത്ത പരാതി എന്ന് പറയുന്നത് ഈ മറ്റേ ഉണ്ണി ശിവപാല് ചേട്ടനെ മാനസികമായിട്ട് രീതിയില് എന്ന് പറഞ്ഞ പരാതിയാണ്. അതിനിടയിൽ ഈ അതുല്യ വന്നെങ്ങനെയാ? അതുല്യ ആണ് അതിന്റെ മുന്നേ വലിയ പരാതി കൊടുത്തിട്ട് അത് പോലീസ് കേസിലോട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അതിന് മുമ്പ് അതുല്യ പരാതി കൊടുത്തിരുന്നു ഈ തൊഴിൽ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതെ. അതുല്യാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. മാർച്ചിൽ അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ പിന്നാലാണ് എന്റെ ചെറിയ പരാതി. അപ്പൊ എന്റെ പരാതി ഈ പുള്ളിക്കാരത്തി അറിയുന്നത് 21-ാം തീയതി മാത്രം. ഓക്കെ. അപ്പൊ ചേട്ടന്റെ പരാതി പിൻവലിക്കാൻ പറഞ്ഞു. ചേട്ടൻ പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. അതിന് ശേഷം അങ്ങനെ പല ഓഫറുകളും പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ അതിലേക്കെതിരായിട്ട് ചേട്ടനെ സ്വാധീനിക്കാൻ ചെയ്ത് എങ്ങനെയായിരുന്നു ഇവര്? അതായത് അതില് പറഞ്ഞിട്ടാണ് ഞാനത് എഴുതിയത് എന്ന് പറയണം. അങ്ങനെ. ഓക്കെ. അപ്പൊ രണ്ട് പരാതിയും വാല്യൂ ഇല്ലാതെ പോവല്ലോ. അപ്പൊ ആ രൂപത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു കഥകള് അഭിനീത കഥ ഉണ്ടാക്കി. ആരായിരുന്നു? കുക്കു മാത്രമായിരുന്നോ? കുക്കു പരമേശ്വരൻ മാത്രമായിരുന്നു. ചേട്ടനോട് വിളിച്ചിട്ട് സംസാരിക്കുമായിരുന്നു ഫോണില്? അതെ. ഫോണിലെന്നല്ല, നേരിട്ട് അവരുടെ ക്യാബിനിലോട്ട് വിളിക്കും. എന്നും AC കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അവിടുന്ന് സംസാരിക്കും. അങ്ങനെ അപ്പൊ ഞാൻ കുറെ ദിവസം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അവിടുന്ന് അവരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇപ്പൊ അതുലിനെ ടെർമിനേറ്റ് ചെയ്ത മാതിരി എന്നെ അവിടുന്ന് ഒഴിവാക്കും. അപ്പം അടുത്ത മീറ്റിംഗിൽ ഇത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ചേട്ടനെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി, കുക്കു പരമേശ്വരൻ ഒറ്റയ്ക്കുള്ളപ്പോൾ വിളിച്ചു വരുത്തിയിട്ടാണ് ചേട്ടനോട് പറയുന്നത് ഈ പറയുന്ന പോലെ. എന്താ പറഞ്ഞത്? അതായത് അതുല്യ അങ്ങോട്ട് അവരെ വീട്ടോട്ട് വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ നിങ്ങളെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പറഞ്ഞാൽ മതി, ഇത് ആരും അറിയില്ല, അത് ഞാനിവിടെ ഹാൻഡിൽ ചെയ്തോളാം,
പുറത്താരും അറിയില്ല, അതുല്യ പോലും അറിയാൻ പോണില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കുറെ ദിവസങ്ങൾ. പിന്നെ അതേപോലെ ഉണ്ണിയുടെ കേസിൽ ചേട്ടൻ കൊടുത്ത പരാതി എന്ന് പറയുന്നത് അതുല്യ സമ്മർദ്ദം കൊണ്ടാണ് കൊടുത്തത്, അത് ഇന്ന രീതിയിൽ കൊടുക്കിയതിന് ശേഷമാണ് നമ്മൾ പരാതി കൊടുക്കാൻ കാരണം എന്നുള്ളതാണ് ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അങ്ങനെ ഞാൻ നിന്ന് കൊടുക്കേണ്ടി വന്നു, കാരണം എനിക്ക് അടുത്ത മീറ്റിംഗ് വരെ അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവർക്ക് ചെറുതായിട്ട് ആലോചിക്കാം മേഡം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് പോയി, പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ശേഷം അതുലിനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറെ ദിവസം, അതിന്റെ ശേഷം ഉണ്ണിസാർ വന്നു. പക്ഷെ ഉണ്ണിസാർ വരാറുണ്ട്, അവർ തമ്മിൽ സംസാരിക്കും. പക്ഷെ എന്നേറ്റ് സംസാരിക്കുമ്പോൾ കുക്കു പരമേശ്വരൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഉണ്ണിസാറ് ഇൻക്ലൂഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടനോട് ഇതുവരെ സംസാരിച്ചിരുന്ന ഈ വിഷയം, ഇപ്പൊ ചേട്ടന്റെ വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ അതുല്യയുടെ വിഷയമാണെങ്കിലോ സംസാരിച്ചിരിക്കുന്നത് ഏക വ്യക്തി എന്ന് പറഞ്ഞ കുക്കു പരമേശ്വരൻ മാത്രമേ ഉള്ളൂ. അതെ അതെ. പക്ഷെ മറ്റുള്ളവരൊക്കെ അന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും എന്നെ വിളിക്കുക. അപ്പൊ അങ്ങനെ എനിക്ക് സംശയം. പിന്നെ അത് മാത്രമല്ല, ഇതിനൊക്കെ അവിടെ ഫുള്ള് തെളിവുകളുണ്ട് സാറേ. അവിടെ എല്ലാ ക്യാമറ ഉണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ ഇരുന്ന ക്യാമറ ഉണ്ട്. അവരുടെ ക്യാബിനിലോട്ട് ഞാൻ പോകുമ്പോൾ, ക്യാബിന്റെ അകത്ത് ക്യാമറ ഇല്ല, പക്ഷെ അകത്തേക്ക് പോകുമ്പോൾ ഉള്ള ക്യാമറയുടെ അകത്തേക്ക് പോകുന്നതും ഞാൻ വരുന്നത് എത്ര സമയം കൊണ്ടാന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ എന്റെ റൂം പുറത്താണ്. എന്റെ റൂമിന്റെ ഡോറിന്റെ അടുത്ത് വന്നൊരു അവസാന ദിവസം അവർ വന്നാണ്ട് വീണ്ടും എന്നോട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇതുകൊണ്ട്, അതൊക്കെ വീഡിയോ, അവിടുത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ ഫുള്ളായിട്ട് കിട്ടും. ഞാൻ കൂടെ നിൽക്കൂലെന്ന് അവസാനം പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി കരഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഒന്നുകൂടി കൂടെ നിൽക്കാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഒന്നും കൂടി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനുണ്ട്. അതേപോലെ തന്നെ നമ്മള് ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇതെല്ലാം ഞാൻ ഏറ്റവും തെറ്റ് അവതരിപ്പിച്ചത് അവിടെ വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മീറ്റിംഗ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് ആണ്. അത് അവിടെ സംസാരിച്ച് കഴിഞ്ഞ് എത്രയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അവർ പറഞ്ഞു ഈ വിഷയം ഇനി പുറത്ത് പോകണ്ട, ഇത് ഇവിടെ തീർക്കണം, എല്ലാവരും കൂടി പറഞ്ഞ് അങ്ങനെ തീർത്ത് അതുലിനെ വിളിച്ച് വരുത്തി വെരിഫൈ ചെയ്ത് എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് അത് വിട്ട സംഗതിയാണ്. അത് ഇല്ല ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള ലെവലിൽ ഒഴിവായതാണ് അവർ. വീണ്ടും ഇതിപ്പോ അതുല്യനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൾ വീണ്ടും ഇതേമാതിരി പരാതി കൊടുക്കേണ്ടി വന്നുകൊണ്ടാണ് ഇപ്പൊ ഇത് പുറത്തു വന്നത്. ഇത് നടന്നത് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. എല്ലാവരും അറിയുന്ന കാര്യം, എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ എല്ലാം അവതരിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോ അതുകൊണ്ടിപ്പോ ഇതിപ്പോ ഞാൻ എന്തായാലും അതിന്റെ രൂപത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. ഓഡിയോടക്കം പുറത്തു വന്നതിന് ശേഷം ചേട്ടനെ വല്ല പ്രതികാര നടപടിയോ അതല്ലെങ്കിൽ ചേട്ടനെ വിളിച്ച് ഭീഷണിപ്പെടുത്തലോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ ഏജൻസിയിലോട്ട് വിളിച്ചിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കുക്കു പരമേശ്വരൻ എന്റെ ഒരു ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്നെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഏജൻസിയിൽ നിന്ന് എനിക്ക് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഇത്രയും ദിവസം കുറെ ദിവസങ്ങളായി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. പക്ഷെ ഞാന് ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിക്കാന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ അവിടുത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ നിന്ന് കിട്ടിയ പറയേണ്ട കാര്യങ്ങൾ. ജനറൽ ബോഡി വരുന്നത് ഈ മാസം വരുന്ന ജൂൺ 21-ാം തീയതിയാണ്. അപ്പൊ അവിടെ തീരുമാനിക്കാന്നുള്ളതാണ്. ഇത് മീഡിയയിലോ അല്ലെങ്കിൽ കേസായിട്ടോ പോകണ്ടെന്നുള്ളതായിരുന്നു അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം. അതടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ നിന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം പിന്നെ ഇല്ലാത്തൊരു വിഷയം നമ്മൾ പുറത്ത് പറയും വേണ്ട എന്നുള്ളതായിരുന്നു. അപ്പൊ ഏതായാലും ഇതിപ്പോ അങ്ങനെ ഔട്ടായ സ്ഥിതിക്ക് ഞാൻ ഏതായാലും മീഡിയനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഒരു പെൺകുട്ടിന്റെ ജീവിതം നമ്മൾ വെച്ചിതാകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും മീഡിയത്തെ കാണാനിരിക്കുകയാണ്. അതിപ്പോ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞിരിക്കുന്നത്, അതായത് കുക്കു പരമേശ്വരന്റെ ഒരു പ്രസ്താവന ഇന്നലെ വന്നത് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സംഭവം തെളിവുകളില്ല എന്നും ഇതൊരു തൊഴിൽ പ്രശ്നം മാത്രമുള്ള സംഭവം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയാ കെട്ടിച്ചമച്ച എന്ന രീതിയിലാണ് വന്നത്. ഏകദേശം ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന. അപ്പൊ നമുക്ക് നാളെ ഒരു ആരോപണം വരുവാണ്, ഇത് നിങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ട് അവരെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണെന്നൊരു ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റിയതിന്? അതിന് ഞാൻ തന്നെ തെളിവുള്ളൂ. എന്നുവെച്ചാൽ അവരും ഞാനും കൂടി ഉണ്ടാക്കി അവർ ക്രിയേറ്റ് ചെയ്ത്, അവരിന് എന്ത് തെളിവുണ്ടെങ്കിലും ഞാനും അവരും കൂടി ക്രിയേറ്റ് ചെയ്ത തെളിവുകൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ 5-6 പ്രാവശ്യം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കണം എന്തായിരുന്നു റെക്കോർഡ് ചെയ്യാനായിട്ട്? അത് അവർ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു കേട്ടോ. പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് എന്റെ മുന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത മാതിരി എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വേണ്ട, ഒരു അപകടപ്പെട്ട ഒരു വിഷയമാണ്, ഇങ്ങനത്തെ ഒരു വിഷയം വേണ്ട, അതിന് നമ്മൾ ഡ്രോപ്പ് ചെയ്ത വിഷയമാണ്. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവരാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്റെ സംശയം. ചേട്ടനെ കൊണ്ട് എന്താണ് റെക്കോർഡ് ചെയ്തത്? ഇങ്ങനെ മോശമായ രീതിയിൽ പറയുന്ന റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? മോശമായ രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ മുന്നിൽ നിന്ന്. പിന്നെ അവരെനിക്ക് ഓഫറൊന്നും തന്നിട്ടില്ല, ക്യാഷ് ആയിട്ടൊന്നും തന്നിട്ടില്ല എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ പക്ഷെ ഇതെല്ലാം അവരും ഞാനും തമ്മിൽ ഒരു വിശ്വസനീയമായിട്ടെല്ലാം ഒഴിവാക്കി. ഇങ്ങനെ ഒരു അപകടകരമായ കാര്യം ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞൊരു വിഷയം ഇവരാണ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഞാൻ അതിന് പ്രതികരിച്ച് അങ്ങനെയാണ് വിഷയം പുറത്തറിയുന്നത്. പുറത്തറിഞ്ഞ് അത് അവിടെ തന്നെ സോൾവ് ചെയ്തും ചെയ്തു. ഇനി അതിനെ പറ്റി സംസാരിക്കേണ്ടത് ഇവിടെ വിടാന്നും പറഞ്ഞ് അതുലിനെ വിളിച്ചു വരുത്തി സംസാരിച്ച് അതുലിന്റെ മുന്നൊന്നും സംസാരിച്ച് അതുലിനോട് ഞാൻ ഫോണിൽ കൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് മുന്നേ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വിളിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതുലിലേക്ക് അത് ക്ലിയർ ആവാത്തതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചതാ എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം. അത് അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഫോണിൽ കൂടി ഞാൻ അവരോട് പറയുന്നത്. അതുലിയോട് പറയുന്നത് അതിൽ റെക്കോർഡ് ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ രൂപത്തിലാണ് അവരോട് പറയുന്നത്. ഞാനിപ്പോ ഓൾറെഡി ഇപ്പോൾ സ്റ്റിൽ അതാണ് ഇപ്പൊ അമ്മേനെതിരായിട്ട് എനിക്കൊന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ നിന്നതാണ്. ഇപ്പൊ അവരെന്നോട് ഏജൻസിക്ക് വിളിച്ച് എന്നെ മാറാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി ബാക്കിയുള്ളത് ഞാനിപ്പോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രസിഡന്റ് അടക്കം. പ്രസിഡന്റ് ഒന്നുമില്ല. പ്രസിഡന്റ് അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. അമ്മയുടെ കാര്യങ്ങളൊന്നും നമ്മളെ മീഡിയയിലെ പുറത്ത് പറയാൻ പാടില്ല. അപ്പൊ എന്തായാലും ഇതിലൊരു കഥാപാത്രമല്ല. അത് മാത്രം എനിക്ക് തീർച്ചയായിട്ടും ഒരാളെ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷെ എല്ലാരും എന്നായിട്ട് അത്ര നല്ല പോണ്ടായി. 17 പേരുള്ളവരും എന്നെ വളരെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇന്നൊരു സെക്യൂരിറ്റിമാരല്ല അവിടെ കാണാറ്. അവരെ ക്യാബിനിക്ക് വരെ എനിക്ക് എപ്പോ വേണിച്ചാലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം. അത്രയും നല്ല രീതിയിലാണ് എന്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി കുക്കു പരമേശ്വരൻ വളരെ അടുത്തായിട്ട് തന്നെ എന്നോട്. അതുകൊണ്ടാണ് അവർക്ക് എത്ര എന്നോട് ഇങ്ങനെ ഒരു കഥ വരെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ കൂടെ നിൽക്കും എന്നുള്ളൊരു 100% അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്നെ തന്നെ വിളിച്ച് അങ്ങനെ കാര്യങ്ങൾ പറയാനൊക്കെ കാരണം. പക്ഷെ ചേട്ടൻ പറഞ്ഞത് അവര് പറയുന്നതനുസരിച്ച് ഞാൻ അവരുടെ കൂടെ നിന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു റെക്കോർഡിങ്, അതായത് അതുലിക്കെതിരായിട്ടുള്ള സാധനം റെക്കോർഡ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? സാഹചര്യം അതായത് ഇത് അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അവതരിപ്പിക്കുന്നത് പുറത്ത് മൂന്നാമതൊരു മനുഷ്യനെ അറിയത്തില്ല, അതിൽ പോലും അറിയത്തില്ല. അപ്പൊ എനിക്കിത് അവതരിപ്പിച്ച് അത് അവര് ഉണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു ഇത്. പിന്നെ ഞാൻ അപ്പോഴൊക്കെ ഇത് വേണ്ട റെക്കോർഡിങ് വേണം എന്ന് ഞാൻ ആ കൊണ്ട് കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരില്ലല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ മുന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. പിന്നെ വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ കയറി നിൽക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കുടുക്കിയതാണ് ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് അവരുടെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരും ക്രിയേറ്റ് ചെയ്തതാണ് എനിക്ക് 100% തെളിയിക്കാൻ പറ്റും. ഒന്നത്. പിന്നെ ഞാനും അവരും തമ്മിൽ സംസാരിക്കുന്ന പല ഇതും അവിടുത്തെ CCTVയിൽ വ്യക്തമായിട്ടുണ്ടാവും. അവരെ ക്യാബിനിലോട്ട് ഞാൻ പോണതും ഓഡിയോ റെക്കോർഡ് ഉണ്ടാവില്ല, വീഡിയോയിലും ഉണ്ടാവുള്ളൂ. താഴെ ഓഡിയോ റെക്കോർഡ് ഉണ്ട്. നമ്മളെ ഇരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഓഡിയോ റെക്കോർഡ് ഉണ്ട്. അവരെല്ലാം ഓഡിയോ ആക്കിയിട്ടുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് അത് അപകടകരമായ ഒരു വിഷയം വേണ്ടാന്ന് പറഞ്ഞോട് അത് വിടാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം വെച്ചാൽ ഞാനപ്പം ഉണ്ണിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. മുഹമ്മദ് ഈ ചാപ്റ്ററെ വേണ്ട, ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. ഞാനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ അവർ ഡിലീറ്റ് ചെയ്തു. ഞാനും ഡിലീറ്റ് ചെയ്യാൻ സമ്മതിച്ചു. കാരണം വെച്ചാൽ ഈ വിഷയം നമ്മൾ ഡ്രോപ്പ് ചെയ്യാണല്ലോ, എന്നെ വിശ്വസിപ്പിച്ചാണ്. റെക്കോർഡ് ചെയ്ത് എന്തായിരുന്നു? ഞാൻ പുള്ളിക്കാരത്തിനോട് ആദ്യം പറയാം, എനിക്കൊരു പേടി ഉണ്ടാവുമല്ലോ, നമ്മളും ഇതാണല്ലോ സിനിമക്കാരാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ ഞാൻ അവരെന്നോട് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഞാനൊന്ന് ഒരു വീഡിയോ ഓൺ ആക്കി പോക്കറ്റ് ഇട്ടായിരുന്നു എന്റെ ഫോൺ. അപ്പൊ പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇവരെ വിശ്വസിച്ചിട്ട്. വിഷയം വെച്ചാല് അതുല്യ ഇത് നമ്മളന്ന് സംസാരിച്ച് ഒഴിവാക്കിയൊരു വിഷയം വീണ്ടും ഇങ്ങനെ പുറത്തു വരും എന്നുള്ളത് ഞാനും പ്രതീക്ഷിക്കാത്തൊരു വിഷയമാണ്. അതിലിപ്പോ അവർക്ക് മറ്റേ എന്താ പറയാ, നീന ഗ്രൂപ്പ് കംപ്ലൈന്റ് ചെയ്തോണ്ടാണ് അവർക്ക് വീണ്ടും ഇത് പ്രഷർ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷയം ആരും അറിയാൻ പോകണില്ല, അതിങ്ങനെ സൈലന്റ് ആയിട്ട് പോവായിരുന്നു. ഇതാർക്കും എഫക്ട് ചെയ്യില്ല. എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇത് അവതരിപ്പിച്ച് സംസാരിച്ച് തീർത്ത സംഭവമാണിത്. അപ്പൊ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗിലത്തെ ആ ഒരു ഓഡിയോ വീഡിയോ തന്നെ മതി. നമുക്ക് ഇത് എല്ലാരും കേട്ടിട്ടുണ്ട്, എല്ലാരും അവിടെ വിടാൻ വേണ്ടി പറഞ്ഞതും അത് തന്നെ അവിടെ ഒരു തെളിവായിട്ടുണ്ട്. ഈ പുള്ളിക്കാരത്തി ഇനിയിപ്പോ എന്ത് ശാസ്ത്രീയമായിട്ട് ഇത് തെളിവ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കാരണം എന്റെ ഫോണും അവരുടെ ഫോണും എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. കാരണം ഇതിന്റെ ഓരോ ഡേറ്റും കാര്യങ്ങളും നമ്മളെ കയ്യിലും അവർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ എന്റെ അടുത്തും ഉണ്ട്. ഒരു ഡേറ്റ് ഉണ്ട്, അതിൽ ഇതിൽ ഇൻക്ലൂഡ് അല്ല. അവർ പറയുന്നൊരു ഡേറ്റ് ഉണ്ട്. ഞാൻ ആകെ അവിടെ ഡ്യൂട്ടി കയറിയതിന്റെ ശേഷം ഒരു ലീവ് എനിക്കുള്ളൂ, അത് ഇലക്ഷൻ്റെ അന്ന് 9-ാം തീയതി. ഈ 9-ാം തീയതിയാണ് ഇതിങ്ങനെ നടന്നതെന്നും ഞാൻ ആലുവ പോയി എന്നൊക്കെ ഇവര് ക്രിയേറ്റ് ചെയ്ത് കണ്ട് അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ
ഈ 9-ാം തീയതി രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ എവിടാണെന്നുള്ളതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കംപ്ലീറ്റ് എന്റെ കയ്യിലുണ്ട്.